വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം വാങ്ങിയില്ല എന്നുള്ളത്. അമ്മേ ഹായ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലാണ് പ്രശ്നമെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു സിറാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സിറം, പിൽഗ്രിമിൻ്റെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറാണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, നല്ല ട്രെൻഡിങ് ആയി പോയ പ്രൊഡക്റ്റാണ്. ഇത് നന്നായിട്ട് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ 3ാമത്തെ ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 3ാമത്തെ ബോട്ടിൽ ഇപ്പം ഇനി ഒരു 4 ദിവസം യൂസ് ചെയ്യേണ്ടതുണ്ടാവും, സിറം ഉണ്ടാവും. അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അടുത്തത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഫ്ലിപ്കാർട്ടിൽ ഒരു 350 370 ആ റേഞ്ചിൽ കിട്ടും ഓഫർ ടൈം ആണെങ്കിൽ. അപ്പോൾ അഫോർഡബിൾ ആണെന്ന് പറയാം. എല്ലാവർക്കും അഫോർഡബിൾ ആണ് എനിക്കറിയില്ല, എന്തായാലും അഫോർഡബിൾ ആണ്. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 ദിവസത്തിന് ശേഷം എനിക്ക് നന്നായിട്ട് മുടിയിൽ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റി. നമ്മളെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഹെയർ പൊഴിയുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് നല്ല ഡിഫറൻസ് മുടി കൊഴിച്ചല്. എൻ്റെ ഒറ്റ ലക്ഷ്യം എന്നാ, പുതിയ മുടി വളർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, മുടി കൊഴിച്ചൽ മാറണം എന്നായിരുന്നു. ഇവർ 28 ദിവസത്തിനുള്ളിൽ പുതിയ മുടി വളരും, പുതിയ ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ മുടി കൊഴിച്ചലിന് ബെസ്റ്റ് സാധനമാണിത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മുടി കൊഴിച്ചലാണ് എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്നാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വാട്ടർ കൺസിസ്റ്റൻസി ആണെങ്കിൽ എളുപ്പമാണ്. രാത്രിയിൽ ഇങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക, കിടന്നുറങ്ങുക. പിറ്റേ ദിവസം വാഷൊന്നും ചെയ്യേണ്ട. വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും. ഒരു 15 ദിവസത്തിന് ശേഷമൊക്കെയാണ് എനിക്ക് റിസൾട്ട് കണ്ടു തുടങ്ങിയത്. കാരണം ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാരണം, 15 ദിവസം എന്ന് പറയാൻ കാരണം ഞാൻ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് 15 ദിവസത്തിന് ശേഷമാണ് ശരിക്കും ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയത്. അതായത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്ന പോലെ. എനിക്ക് ഒരുപാട് ബണ്ടിൽ ഓഫ് ഹെയർ വരും, മുടി ഇങ്ങനെ പൊഴിഞ്ഞ് വരും. അപ്പോൾ അത് കുറഞ്ഞ് വരുന്ന പോലെ. അങ്ങനെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ബോട്ടിൽ ഓർഡർ ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇതാ 3ാമത്തെ ബോട്ടിൽ നിൽക്കുന്ന 4ാമത്തെ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഡിഫറൻസ് ഇല്ലാണ്ട് നമ്മൾ വെറുതെ പൈസ കൊടുത്തിങ്ങനെ വാങ്ങിക്കൂട്ടില്ലല്ലോ. അപ്പം എനിക്കതാണ് പറയാനുള്ളത്. ഇതെൻ്റെ ജെന്യൂൻ റിവ്യൂ ആണ്. ഞാൻ ഉപയോഗിച്ച് കാലിയാക്കിയ ബോട്ടിലും പിന്നെ ഇപ്പോൾ ഒരു 3-4 ദിവസം വരെ ഉപയോഗിക്കാനുള്ള ഒരു ബോട്ടിലും ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമല്ലേ. മുടി കൊഴിച്ചിലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പിൽഗ്രിമിലേക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുമെന്നേ ഞാൻ പറയുള്ളൂ. ഞാനിത് വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ അന്നേരം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു പിൽഗ്രിമും വിഷ് കെയറും. അപ്പം ഞാൻ എന്തുകൊണ്ട് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം വാങ്ങിയില്ല എന്നുള്ളത്, അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് അല്ല, അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പക്ഷേ ഇത് നോക്കുമ്പോൾ ഓഫർ ടൈമിൽ ഈ ഒരു 300 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും മുടി കൊഴിച്ചിൽ നിൽക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അന്നേരം ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഈ പ്രൊഡക്റ്റാണ്. ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പൈസ പോയോ, റിസൾട്ട് ഇല്ലല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ട്, എന്ത് ചെയ്തിട്ട് പോകുന്നില്ലെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതും യൂസ് ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ബേസ് ആയിട്ട് വരുന്ന ഹെയർ ഫോൾ ആയിരിക്കും. അതേ ഉണ്ടാവും. അങ്ങനെയുള്ള ഹെയർ ഫോളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലാണ്ട് മുടി കൊഴിച്ചിൽ നിർത്താൻ പറ്റാത്തത്. അപ്പോൾ അത് നമ്മൾ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അത് ഹെൽത്ത് കണ്ടീഷനൊക്കെ ക്ലിയർ ആക്കുക. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുക. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ പിൽഗ്രിം യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എൻ്റെ അനുഭവമാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു 5 ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് നിർത്താമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. ഇപ്പം 4ാമത്തെ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്ത് ഇനി 3ാമത്തെ ബോട്ടിൽ ഒരു 3-4 ദിവസം യൂസ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ 3 ബോട്ടിൽ കംപ്ലീറ്റ് ആയി 4ാമത്തെ ഞാൻ യൂസ് ചെയ്യും. ഒരു 5 ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ വളരെ കുറവാണ്. പിന്നെ പുതിയ ഹെയർ ഗ്രോത്ത് ഇവർ പറയുന്നത് പോലെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പം പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടാകും, പക്ഷേ എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എൻ്റെ മുടിയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളതിന്, മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാനുള്ള ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളത് ഞാൻ അങ്ങനെയാണ്. ഇനി ഒരു അവസാനത്തെ പരീക്ഷണ നിലയിലാണ് ഇത് പരീക്ഷിച്ചത്. ഇപ്പോൾ അത് വർക്കായി. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.